Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon, teacher. Good afternoon. ഓക്കെ, നമ്മള് റിവിഷൻ ആയിരുന്നു അല്ലേ? റിവിഷൻ തന്നോണ്ടിരിക്കുന്നു. ഡയറ്ററി അല്ലേ പറഞ്ഞോണ്ടിരുന്നേ? എവിടെ വരെ പറഞ്ഞു നമ്മള്? ആരെങ്കിലും ഒരാൾ പറയൂ. Which diet is used after surgery? ഓക്കെ ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നെക്സ്റ്റ് which diet is used after surgery? Next question. പിന്നെ അതിനകത്ത് വരുന്നത് നമ്മള് എന്താ പറയാ, നിങ്ങളെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സിൽ ഈ ലിക്വിഡ് ഡയറ്റും ഹൈ പ്രോട്ടീൻ ഡയറ്റും ഡയബറ്റിക് ഡയറ്റും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. അപ്പൊ അതിനകത്ത് മറ്റുള്ള ക്വസ്റ്റ്യൻ പോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു സ്റ്റാഫിംഗ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിനകത്ത് അതിന്റെ ഓർഡർ ഒന്ന് തെറ്റിച്ചിട്ട് മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, ഇതാണ് കറക്റ്റ് ഓർഡർ. അതിന്റെ താഴെ കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, നെക്സ്റ്റ് ഇവിടെ ബെയറേഴ്സ് വരും, ക്ലീനേഴ്സ് വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ആൻസർ എഴുതണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് is correct? Which of the following is correct relating to staffing in dietary service. Relating to staffing in dietary service. CRVICS. Relating to staffing in dietary services.
ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, നിങ്ങൾ എഴുതണ്ട കേട്ടോ. അതിന്റെ കറക്റ്റ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എയിൽ തന്നേക്കുന്നത് ചീഫ് ഡയറ്റീഷ്യൻ, മെഡിക്കൽ സൂപ്രണ്ട്, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. ഓപ്ഷൻ എ. ഓപ്ഷൻ ബിയില് മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, ഡയറ്റീഷ്യൻ. നെക്സ്റ്റ് ഓപ്ഷൻ സി മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, നെക്സ്റ്റ് സൂപ്പർവൈസർ. ലാസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡിയില് മെഡിക്കൽ സൂപ്രണ്ട്, സൂപ്പർവൈസർ, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ. ഇതായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ അതിനകത്ത് ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. അതായിരുന്നു കറക്റ്റ് അല്ലെ? ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ 4 പറഞ്ഞു. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്ന ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് which of the following is comes under commercial catering. Under commercial catering. Options എഴുതിക്കോ. Option A services in the form of staff canteen. Services in the form of staff canteen. Option B cheaper than cost, cost run by cheaper than cost run by private parties. Cheaper than cost run by private parties. Next option C service can be given to staff. Service can be given to staff, comma service can be given to staff, comma the attendants or visitors. Option D വരുന്നത് all of the above. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which of the following comes under commercial catering? ഏത് ആൻസർ ഏതാ? All of the above. All of the above. അതിനകത്ത് 3 അതിനകത്ത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതായിരുന്നു. പിന്നെ ഇത് ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. Administration can control the quality of food service.
It deals with the provision of meals to the patient who are admitted in the hospital. All of the above. ഏതാ ഇൻപേഷ്യന്റ് കാറ്റഗറിയിൽ വരുന്നേ? ഏത് ഓപ്ഷനാ? Admitted patients. Meals to the patient. Provision of meals to the patient who are admitted in the hospital. Option C ആണ് അല്ലേ? Option C ആണ് ഇൻപേഷ്യന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ആണ്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാഫ്, നേഴ്സസ്, നേഴ്സിംഗ് എയ്ഡ്, റെസിഡൻസ്, ടെക്നീഷ്യൻ, കുക്സ് എക്സെട്ര could be educated. Considering the type of food, balanced diet, calorie value, ഇതിനെ കുറിച്ചൊക്കെ അവർക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. The department can have a in-service teaching program സ്റ്റാഫിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. രണ്ടും അതിനകത്ത് വരുന്ന. ഇനി അടുത്തത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസിൽ വരുന്ന ഏതാണ്? അത് ഇനി ഇപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണ്ട. ഒന്നില്ലെങ്കിൽ ഫങ്ഷൻസ് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണോ, അല്ലെങ്കിൽ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നോ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം നമുക്ക്. ഫങ്ഷൻസ് കുറെ ഉണ്ട്, അത് ഓരോന്ന് വായിക്കണോ ഇനി? അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാലും മതി ചോദിക്കാണ് ഫങ്ഷൻസ് വരുന്നത്. അപ്പൊ ഈ രീതിയിലാണ് കേട്ടോ അതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതൊക്കെയാണ് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. Diet counseling can be give us diet counseling can be give us diet counseling can be give us dash. Diet counseling can be give us dash when patients give us dash when patients are referred by clinicians. CLINICIANS. Diet counseling can be given as dash when the patients are referred by clinician. ഏതി കൂടെ കൊടുക്കാന്ന് പറഞ്ഞേ? Outpatient diet clinic കൂടെ കൊടുക്കാം കേട്ടോ. Diet counseling can be give us outpatient diet clinics. Next question. Development of recipes, RECIPES, recipes. Development of recipes according to the nutritional needs of patients. Oh, sorry, അവിടെ നമ്മൾ ബ്ലാങ്ക്സ് കൊടുത്തില്ലായിരുന്നല്ലേ? ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് പേഷ്യന്റ്. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് പേഷ്യൻസ്.
എന്തനുസരിച്ചാണ് പേഷ്യൻസിന്റെ എന്തനുസരിച്ച് റെസിപ്പി തയ്യാറാക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ്. Nutritional needs of patients. Development of recipes according to the nutritional needs of patients. Nutritional needs of patients. Next term. The everyday, next question ആണ് ട്ടോ. The everyday function, the everyday function of the dietary department is, the everyday function of the dietary department is, the everyday function of the dietary department is to prepare dash. The everyday function of the dietary department is to prepare dash. നമ്മള് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്ന എന്താ ഫംഗ്ഷൻ? Prepare meals and snacks for patients who are admitted to the hospital. To prepare meals, meals and snacks, for patients, prepare meals and snacks for patients who got are admitted to the hospital. Next question. കഴിഞ്ഞോ നിങ്ങള്? കഴിഞ്ഞു മിസ്സേ. Next question എഴുതിക്കോട്ടോ. In dietary department, meals are prepared by in dietary department, meals are prepared by strict, STRICT, strict guidelines, GUIDELINESS, strict guidelines of the dash. In dietary departments, meals are prepared by the strict guidelines of the dash. എന്തിനനുസരിച്ചാണ് മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്? Physician's written order. Physician written order. Physician written order. Physician written order.
ഓക്കെ, പിന്നെ അത് ഫങ്ഷൻസ് വായിക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ. ഡാഷ് ഈസ് ഡാഷ് ഈസ് dash is label, L-I-A-B-L-E, label for the dash is labeled for the quality dash is labeled for the quality dash is labeled for the quality and quantity of food items. Dash is labeled for the quality and quantity of food items. ആരാ? ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും, ബാധ്യത ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റിക്ക് ഫുഡ് ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലൊക്കെ ഉത്തരവാദിത്തം ഉള്ളത് ഡയറ്റീഷ്യനാണ്. Dietitian is labeled for the quality and the quantity of food items. Next, problem situations ആണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവും. പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള കംപ്ലൈൻസ് ഇത് റിഗാർഡഡ് ടു ക്വാളിറ്റി ഓഫ് ഫുഡ്, ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ എതിരായിട്ടുണ്ടാകുന്ന കംപ്ലൈൻസുകൾ ഒരു പ്രോബ്ലം ആണ്. ട്രിവിയൽ theft and robbery in ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മോഷണങ്ങള്. പിന്നെ ബിഗ് ഫ്രോഡ്സ് can occur മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകള്, ഫ്രോഡ്സുകള്. പിന്നെ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ് ഗാർബേജ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, പിന്നെ അടുത്ത പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആണ്. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അതിന്റെ ആ ഫ്ലോ ചാർട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇനി അത് എഴുതണ്ട. ഹൂ കംസ് അണ്ടർ ബെയറേഴ്സിന്റെ കീഴിൽ വരുന്ന ഏതാണ്? ഹൂ കംസ് അണ്ടർ സൂപ്പർവൈസർ. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് രണ്ട്. ഹൂ കംസ് അണ്ടർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഹൂ കംസ് അണ്ടർ ബെയറേഴ്സ്. അത് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് തരൂ കേട്ടോ. പിന്നെ അതുപോലെ ഹൂ കംസ് അണ്ടർ സൂപ്പർവൈസർ ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ചോദിക്കും. അങ്ങനെ ആ രണ്ട് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിനകത്ത് ചോദിച്ചതാണ്. പിന്നെ അടുത്തത് വരുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഫോളോ ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും ഏതൊക്കെയാണ് എന്നുള്ളത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഏതൊക്കെയാന്ന് ചോദിക്കാം. അതും ഇതുപോലെ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കുക. ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകൾ. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞു.
വായിച്ചോ നിങ്ങള്? അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, എഴുതിക്കോട്ടോ. ലാസ്റ്റത്തെ ആ ഒരു ഇതിന്ന്. Which of the following is not included? Which of the following is not included in the which of the following is not included in the policies and procedures? Which of the following is not included in the policies and procedures? Policies and procedures applicable, applicable, applicable to the dietary service. Which of the following is not included in the policies and procedure applicable to the dietary service? Options പറഞ്ഞോട്ടെ. Yes, teacher. Okay. Option A ഏതാ? Service timing. Option A ആണ്. Service timings should be determined. DETERMINED. Service timing should be determined. Option B, the ward, W-A-R-D, the ward should be visited by dietitian every day. The ward should be visited by dietitian every day. Option C, to supply sterilized materials. To supply sterilized materials. To supply sterilized materials. Option D, all of the above. All of the above. Service timing should be determined. The ward should be visited by dietitian every day. To supply sterilized material, all of the above. Now, policies and procedures include cheyyathathu edha? Option C. Option C. Okay, very good. Option C, to supply sterilized material. That is CSSD department in the functional functions are sterilized material supply cheyannulladu.
ഓക്കെ. പിന്നെ അടുത്തത് പോളിസി ആൻഡ് പ്രൊസീജിയർ പ്രോബ്ലം സിറ്റുവേഷനിൽ ചോദിച്ചത് എങ്ങനെയായിരുന്നു? അത് എഴുതണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയായിരുന്നു അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ, അത് എഴുതണ്ട കേട്ടോ, പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ആ പ്രോബ്ലം സിറ്റുവേഷൻസും പോളിസി ആൻഡ് പ്രൊസീജിയറും അത്രേ ഉള്ളൂ. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡയറ്ററീസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ നെക്സ്റ്റ് വരുന്നത് ഡയാലിസിസ് സർവീസ് ആണ്. നെക്സ്റ്റ് റിവിഷൻ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഡയാലിസിസ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഡയാലിസിസ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഡയാലിസിസ് സർവീസ്. അതിനകത്ത് നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഡയാലിസിസിന്റെ ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഡയാലിസിസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയതല്ലേ? നോക്കി, കുറെ ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നു ഞാൻ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം. നോക്കിയേ, തന്നോ നോക്കിയേ. തന്നായിരുന്നു. തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ എഴുതിയതല്ലേ? പിന്നെ വീണ്ടും വീണ്ടും എഴുതണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എഴുതിയില്ലായിരുന്നോ അത്? എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ചാപ്റ്റേഴ്സ് പറഞ്ഞു പോകാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ ഡയാലിസിസ്? ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? എന്താ ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ്? ആരാണ് ചിറ്റോണം പറയാൻ തുടങ്ങുന്നേ? എന്താ ഡയാലിസിസ്? ജാസ്മിൻ ആണോ? എന്താ ജാസ്മിൻ ഡയാലിസിസ്? It is a treatment that removes extra fluid and waste product. ഡയാലിസിസ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് കിഡ്നി ചെയ്യുന്ന അതേ പ്രവർത്തനം നമ്മൾ ഒരു മെഷീന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. ഇത് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിക്കോ. ഞാൻ തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടല്ലേ? Filters and purifies the blood using a machine. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് മിണ്ടാതിരുന്നത്. അപ്പൊ അത് അതിന്റെ ഡയാലിസിസിന്റെ ഒരു ഡെഫിനിഷൻ അല്ലേ? ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഫിൽറ്റേഴ്സ് ആൻഡ് പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു മെഷീൻ, ആ മെഷീൻ വെച്ച് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഒക്കെ സംഭവിച്ചിട്ട് കിഡ്നിക്ക് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾക്കുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്താണ്, വേസ്റ്റിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ സാഹചര്യത്തിലാണ് നമ്മൾ ഡയാലിസിസ്
ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഡയാലിസിസ് ഒന്നിൽ ഹോമിൽ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം. ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ദ ഡോക്ടേഴ്സ് വിൽ ഡിറ്റർമിൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ്. ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതനുസരിച്ച് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യണോ, ഡയാലിസിസ് സെന്ററിൽ വേണോ, വീട്ടിൽ ചെയ്യണോ എന്നുള്ളതൊക്കെ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് രണ്ട് ബെനിഫിഷ്യൽ നോക്കിയേ, ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഓഫ് ടു ഡിഫറെന്റ് സിറ്റുവേഷൻ. രണ്ട് സിറ്റുവേഷനിൽ ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് കിഡ്നി ഫങ്ഷൻ സംഭവിക്കുന്നവർക്ക്, അതിന് എന്താ പറയുന്നേ? അക്യൂട്ട് റീനൽ failure, the patient who have recently lost kidney function. അല്ലെ, റീസെന്റ് ആയിട്ട് സഡൻ ആയിട്ട് പേഷ്യന്റിന്റെ കിഡ്നി ഫങ്ഷൻ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അത് റിവേഴ്സിബിൾ ആണ്. അപ്പൊ നമ്മൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് നോർമല്, ആ പേഷ്യന്റ് കിഡ്നിക്ക് എന്താ അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരെ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഡയാലിസിസ് അവിടെ നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ കിഡ്നി തന്നെ നോർമൽ ഫങ്ഷൻ ചെയ്തോളും. അത് റിവേഴ്സിബിൾ ആണ്. കുറച്ച് ദിവസങ്ങൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അതെങ്ങനെയാ? അത് ഏത് സിറ്റുവേഷനിലാ? അത് എങ്ങനെയാ പറയുന്നത്? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് the patient permanently lost kidney function. പെർമനന്റ് ആയിട്ട് ഒരു പേഷ്യന്റിന് കിഡ്നി ഫങ്ഷൻ നഷ്ടപ്പെടുന്നതിനാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അത് തന്നെ നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ്, കേട്ടിരുന്നാൽ മതി, നോക്കി ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്. അക്യൂട്ട് റീനൽ ഫെയിലിയർ ആട്ടോ. ഫസ്റ്റ് patient, option A യില് patient who have permanently lost kidney function. Option B യില് kidneys which need a continuous dialysis for the rest of your life. Option C, patient who have sudden lost kidney function. Option D, none of the above. ഏതാ? Sudden lost kidney. സഡൻ നേരെ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സഡൻ ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ അല്ലെങ്കിൽ റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിനകത്ത് 2 പാരഗ്രാഫില് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എക്സ്പാൻഡഡ് ഫോം, ഏതിന്റെ? AKIയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്, അത് നോർമൽ കിഡ്നിയുടെ നമ്മൾ പറഞ്ഞു 10 to 50% ഓഫ് ദ നോർമൽ ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ എന്താണ്, നമുക്ക് കിഡ്നിക്ക് ഒരു എന്താ ഒരു പേഷ്യന്റിന്റെ എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. അത് കിഡ്നി അതിന്റെ 100% ഫങ്ഷൻ ചെയ്യുന്നതിന് 10 to 50% മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ സമയത്താണ് നമ്മൾ ഡയാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു പേഷ്യന്റിന്. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ESKD, അവിടെയും ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ട്, ESKDയുടെ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു, പക്ഷെ ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് ഹെൽത്തി കിഡ്നിയുടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കിഡ്നി ഡിസീസിന് ഒരു മരുന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളത് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിന് പേഷ്യന്റിന് എത്ര നാൾ ചെയ്യണം? റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, അവരുടെ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഷീ ഈസ് ഏബിൾ ടു ഗെറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ എന്താ, അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയം വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ രണ്ടിന്റെ ഡിഫറൻസ് അറിയാലോ? അറിയില്ലേ? AKIയും ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. കിഡ്നിയുടെ ഫങ്ഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് കിഡ്നി. അതിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാ, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? കിഡ്നിയുടെ ഫങ്ഷൻസ് വരുന്നത് ഒന്നാമത്തെ ഫങ്ഷൻ ഏതാ പറഞ്ഞോ?
ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? To prevent extra water, waste and other impurities from piling up in the body. ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന വേസ്റ്റുകൾ, എക്സ്ട്രാ വാട്ടേഴ്സ്, മറ്റുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അടിഞ്ഞു കൂടാതെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ എന്താണ് ഫംഗ്ഷൻ? സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ഹെൽപ് ടു ഫംഗ്ഷൻ എന്താ? ഹെൽപ് ടു control blood pressure. കൺട്രോൾ ബ്ലഡ് പ്രഷർ. പിന്നെ and to the control the level of chemical elements in the blood. ബ്ലഡിലെ കെമിക്കൽ എലമെന്റ്സിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക. പിന്നെ അടുത്തത്, പിന്നെ കിഡ്നീസ് ആർ ഈവൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ടിവേറ്റഡ് ഫോം ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ടിവേറ്റഡ് ഫോം ആണ്. പിന്നെ അടുത്തത് ലാസ്റ്റ് തന്നേക്കുന്നത്, കിഡ്നീസ് ആർ അൺഎബിൾ ടു പെർഫോം ദിസ് ഫംഗ്ഷൻ. ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ച് കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. നോർമൽ പോസിബിൾ വിത്തൗട്ട് ഡയാലിസിസ് salt and other waste product pile up in the blood, poison to the body and damage of other organs, മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് ആകുന്നു. ഇനി ഫംഗ്ഷൻസ് ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതിന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തരാത്തെ. പിന്നെ അടുത്ത് നോക്കിയേ, ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ്? വേഗം പറഞ്ഞോ. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ഹീമോഡയാലിസിസ്. സെക്കൻഡ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ്. ഏതാണ്? CRRT അല്ലെ? 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. അത് നോക്കാം കേട്ടോ. അതിന്റെ ഫസ്റ്റ് വൺ നോക്കിയേ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ഈ പറഞ്ഞ ഡയാലിസിസിലെ ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാ? ഹീമോഡയാലിസിസ്. ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ് കേട്ടോ, ഹീമോഡയാലിസിസ്. Hemodialysis is the method in which the dialysis machine and the special filter is called an artificial kidney or a dialyzer is used. The artificial kidney eliminates the waste and the surplus fluid from the blood. The filtered blood and sent back to the body with the help of dialysis machine. ഇതാണ് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന്റെ ഒരു ബോഡിയിൽ നിന്ന് എന്താണ് ബ്ലഡ് എടുത്തിട്ട് അതൊരു മെഷീനിൽ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലിസറിന്റെ ഹെൽപ്പോടുകൂടി അത് ഡയാലിസിസ് നടത്തി പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സർജറി ആവശ്യമായിട്ട് വരും. അങ്ങനെ അതിനാണ് വാസ്കുലർ അസസ് സൈറ്റ്. അത് നോക്കിയേ, അസസ് സൈറ്റ് ഈ നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകള്. ഏതൊക്കെയാ നമ്മൾ പഠിച്ച അസസ് സൈറ്റുകള്? ഏതൊക്കെയാ? പറഞ്ഞോ, അസസ് സൈറ്റുകൾ ഏതൊക്കെയാ? ഒന്നാമത്തേതാ AV ഫിസ്റ്റുല. മറന്നുപോയാ? ചാപ്റ്റർ നോക്കിയില്ലായിരുന്നോ? ഈ ചാപ്റ്റർ വായിച്ചായിരുന്നോ? ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂസ് റിവിഷന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ നിങ്ങള്. നെക്സ്റ്റ് അടുത്ത ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം. മാക്സിമം നമുക്ക് എത്ര ദിവസം, ഞാൻ പറഞ്ഞല്ലോ എക്സാം ഒക്കെ ആവാറായി, എത്ര ദിവസം നിങ്ങൾക്ക് ഈ റിവിഷൻ കിട്ടും എന്നുള്ളത് അറിയില്ല. ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് അനുസരിച്ച് കവർ ചെയ്ത് പോകാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും തരണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ അതിനകത്ത് 3 ടൈപ്പ് ഓഫ് അസസ് സൈറ്റ് വരുന്നുണ്ട്. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, തേർഡ് വണ്ണാണ് വാസ്കുലർ അസസ് കത്തീറ്റർ. ഇത് 3 ടൈപ്പ് ഓഫ് അസസ് സൈറ്റ് ആണ്. ഇത് ചോദിക്കുക എക്സാമിന്. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറി വെയിൻ തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ. AV fistula. AV fistula is a surgical connection between an artery and vein. അതിനകത്ത് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നത് ആംസിലാണ്. ഇനി ആംസിന് പറ്റില്ലെങ്കിൽ ലെഗിന്റെ വേണമെങ്കിൽ ചെയ്യുക. പിന്നെ ദിസ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ്. അപ്പൊ ഏറ്റവും നാച്ചുറൽ അസസ് സൈറ്റ് ഏതാണ്? AV ഫിസ്റ്റുലയാണ്. ഇറ്റ്
has the rarest chance of infection and clotting. വളരെ ചാൻസ് ഇൻഫെക്ഷനും ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നാച്ചുറൽ അസസൈറ്റ് ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. വെയിൻസും കണ്ടില്ല പിക്ചർ നോക്കി, വെയിൻസും ആർട്ടറീസും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ. ഓക്കെ, രണ്ടാമത്തെയാണ് AV graft. AV graft, arteriovenous graft, is a kind of assassine used for hemodialysis. AV graft എന്താ? AV graft എന്ന് പറഞ്ഞാൽ എന്താ? connection of surgical. AV graft is the connection of the vein and artery that uses ട്യൂബ്. അത് എടുത്ത് പറയണം, കണ്ട അവിടെ ട്യൂബ് വെച്ചിട്ട് രണ്ടെണ്ണം വളച്ച് അവിടെ കണക്ട് ചെയ്തേക്കണം കേട്ടോ. ആർട്ടറീസും വെയിനും തമ്മിൽ ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ച് കണക്ട് ചെയ്തേക്കുന്നു. അതാണ് AV ഗ്രാഫ്റ്റ്. ഇവിടെ ചോദിക്കും, ഡാഷ് ഈസ് ദ കണക്ഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ആർട്ടറി ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഓപ്ഷൻ എ AV fistula, option B AV graft, vascular assassite, none of the above. ഏതാ ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് കണ്ടാൽ തന്നെ അപ്പൊ തന്നെ AV ഗ്രാഫ്റ്റിലാണ്. അപ്പൊ അതിന്റെ ഒരു ട്യൂബ് ആർട്ടറിയിലേക്കും അടുത്ത എൻഡ് വെയിനിലേക്കും അറ്റാച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു ഫ്ലോ റേറ്റ് അവിടെ വ്യത്യാസം വരും. ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ലോ പ്രഷർ വെയിനിലേക്ക് വരും. ആ ഫ്ലോ റേറ്റ് ആണ് ഈ ഹിമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, AV graft provides a solution for ഏതിനാ? സ്മോളോ വീക്ക് വെയിൻ ഉള്ള ഒരു സൊല്യൂഷൻ ആണ്. പിന്നെയാണ് വാസ്കുലർ assassite. It's a flexible tube that is placed in the vein, usually in your neck of your short-term hemodialysis. അപ്പൊ ചോദിക്കാം, which of the following assassite is used for short-term hemodialysis? ഷോർട്ട്-ടൈം ഹീമോഡയാലിസിസിന് ഏതാ ഉപയോഗിക്കുന്നത്? AV graft, AV fistula, vascular catheter. അത് ഷോർട്ട് ടൈം ആണ്. ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, ഈ AV graft, AV fistula ഒക്കെ ചെയ്ത് സർജറി ചെയ്താൽ ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 2-3 മാസമൊക്കെ വേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിയുമ്പോൾ അവർക്ക് സഡൻ ആയിട്ട് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ സർജറി ചെയ്ത് ഉണങ്ങാനുള്ള സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്കിൽ കൂടെ നേരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാം. അപ്പൊ ആ ടൈമിൽ തന്നെ ആ പേഷ്യന്റിന് നമുക്ക് ഏതാണ് AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ചെയ്യാം, സർജറി ചെയ്യാം. അപ്പൊ സർജറി ചെയ്ത് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാറാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം? നമുക്ക് അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാറാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റാം. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. അല്ലാതെ ഇത് ഒരിക്കലും വാസ്കുലർ അസസൈറ്റ് കാത്തീറ്ററിൽ കൂടെ ഒരിക്കലും നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് മാത്രം ചെയ്യാം. AV ഫിസ്റ്റുലോ AV ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്ത് ആ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുന്ന സമയം വരേക്കും നമുക്ക് ഇത് ചെയ്യാം. യൂസ്ഡ് ഫോർ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. When the patient, if the kidney disease progressed rapidly, the patient may not have the time for replacement of AV fistula or AV graft. സമയം ഉണ്ടാവില്ല. അപ്പോ ആ ഒരു സമയത്താണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 മനസ്സിലായില്ലേ? അതൊക്കെ ഒന്ന് വായിക്കാം. ഇതിന്റെ കണ്ടിന്യൂസ് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അത് വായിച്ചിട്ട് കയറുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, കുറെ നാളെ നമ്മൾ എടുത്തിട്ട് അപ്പൊ മറന്നു പോയോന്ന് അറിയിച്ചു. ഒന്ന് വായിച്ചിട്ട് ഓക്കെ, ക്ലാസ് ചെയ്തോട്ടെ. താങ്ക് യു.